രാഹുൽ ഈശ്വർ, ഇന്ന് രാവിലെ ചില ചാനലുകൾ ബ്രേക്ക് ചെയ്ത വാർത്ത ഒന്നുകൂടി താങ്കൾ കണ്ടു കാണും. ഞാൻ ഒന്നുകൂടി എന്ന് ഉദ്ദേശിച്ചത്, നേരത്തെ വന്ന് പഴകിയ സാധനമാണ്, അത് വീണ്ടും ഒന്നുകൂടി പൊടി തട്ടി എടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ കുറച്ചുകൂടി സെയിം കാര്യം തന്നെയാണ്, പക്ഷെ അത് കുറച്ചുകൂടി വ്യക്തമായി പുറത്തു വരുന്നു എന്നുള്ളത് മാത്രമാണ്. നമ്മളിവിടെ ഇരയോടൊപ്പം നിൽക്കുന്നുണ്ട്, വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ഈ സാധാരണ തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഒരു പെണ്ണ് കേസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ലൈംഗികപരമായ പരാതികൾ കൊണ്ടുവരിക എന്നൊക്കെയുള്ളത് കേരളം കുറെ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തെ മൊത്തമായി നാറ്റിച്ചു. മൊത്തത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സൈബർ ബുള്ളിംഗ് ഒക്കെ കഴിഞ്ഞ് രാഹുൽ ഒന്ന് പൊതുപരിപാടികളിലൊക്കെ ഒന്ന് സജീവമായപ്പോൾ വീണ്ടും ആർക്കൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നത് പോലെയാണ്. ഇത് ഇരയോടൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇരയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരാതി കൊടുക്കാം, പരാതിയുമായി മുന്നോട്ട് പോകാം. ഇരയോടൊപ്പം തന്നെ എല്ലാവരും ഉണ്ട്. അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്. എന്താണ് പെട്ടെന്ന് ഇത്തരം ഒരു വല്ലാത്തൊരു സ്ത്രീപക്ഷത്തോടുള്ള ഒരു സ്നേഹമൊക്കെ ചില മാധ്യമങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയതിന്റെ കാരണം? രണ്ട് കാര്യങ്ങളാണ് ധന്യാജി. ഒന്ന്, എലക്ഷൻ അടക്കമുള്ള സമയങ്ങളിൽ ഇത്തരം നമ്പറുകളുമായിട്ട് ആൾക്കാർ വരുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. ആ പെൺകുട്ടിയോട് 100% ഒപ്പമാണ്. ഇനി അതിന്റെ കാര്യവും കൂടെ പറയാം. പക്ഷേ ഇത് തങ്ങളുടെ ഇരുന്ന റെക്കോർഡിംഗ് എലക്ഷന്റെ തലേ ദിവസമോ എലക്ഷന്റെ കഴിഞ്ഞ ആഴ്ചയോ കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അപ്പൊ ഒരു പെൺകുട്ടിയുടെ ജീവിതവും വേദനയും വെച്ച് രാഷ്ട്രീയം കളിക്കുന്നവർ എത്രമാത്രം ഹീനമായ രാഷ്ട്രീയമാണ് ചെയ്യുന്നതെന്ന് ആലോചിച്ചാൽ മതി. അതിനേക്കാൾ പ്രധാനമായ പോയിന്റാണ് ഇതിന്റെ ഉള്ളിലെ കാര്യങ്ങളെ അഡ്രസ് ചെയ്യേണ്ടത്. ധന്യാജി ശ്രദ്ധിച്ചു കാണും, ഇതിൽ പുതിയൊരു കോണ്ടന്റ് കൂടിയുണ്ട്, പഴയത് മാത്രമല്ല. ആ പുതിയ കോണ്ടന്റ് എന്താണെന്ന് അറിയാമോ? ആ പുതിയ കോണ്ടന്റ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ലവനാണ് എന്ന് തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓഡിയോ ആണിത്. അത് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, ഞാൻ ചൂണ്ടിക്കാണിക്കാം. രാഹുൽ, നമ്മളെല്ലാം മുമ്പ് വിചാരിച്ചിരുന്നത് എന്താ, രാഹുൽ ഈ ഒരു പെൺകുട്ടിയായിട്ടുള്ള ബന്ധത്തിൽ അറിയാതെ പെൺകുട്ടി പ്രഗ്നന്റ് ആയി, അങ്ങനെ അവളെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു. ഇതായിരുന്നല്ലോ നമ്മൾ പലരും കരുതിയിരുന്നത്. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയോടൊപ്പം ഒരു കുടുംബം ഉണ്ടാകണോ എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് രാഹുൽ. രാഹുലാണ് അങ്ങനെ കുഞ്ഞു വേണോന്ന് പറയുന്നതെന്നാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ പറയുന്നത്. രാഹുലിന്റെ തന്നെ സൗണ്ട് ആണോ ഓഡിയോ ആണോ നമുക്കറിയില്ല. രാഹുൽ നിരപരാധിത്വമാവുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാഹുലിന്റെ ഓഡിയോ ആണെങ്കിൽ എന്നുള്ള കാര്യത്തിലാണ് പറയുന്നത്. രാഹുലിന്റെ ഓഡിയോ ആണെങ്കിൽ രാഹുൽ നന്മയുള്ളവനും നല്ലവനുമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് നമുക്ക് നീയുമായിട്ടൊരു കുടുംബം തുടങ്ങാം, കുഞ്ഞു വേണം എന്നൊരാൾ പറയുമോ? ഒരു പുരുഷൻ, ഞാനൊരാണായോണ്ട് ഞാൻ പറയാം, ഒരു പുരുഷന് അങ്ങനെ ആ സ്ത്രീയോട് ഇഷ്ടവും സ്നേഹവും പ്രണയവും കരുതലും ഇല്ലെങ്കിൽ നമുക്കൊരു കുഞ്ഞു വേണോന്ന് പറയുമോ? ലൈംഗികത കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോത്തല്ലേ ഉള്ളൂ, സെക്സ് മാത്രം ചെയ്തിട്ട് പോത്തല്ലേ ഉള്ളൂ. പക്ഷെ നേരെ തിരിച്ച് ആ പെൺകുട്ടിയോടൊരു കരുതലും ഇഷ്ടവും താല്പര്യവും ഒരുമിച്ച് കുടുംബം തുടങ്ങണമെന്നുള്ള താല്പര്യവും കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹവും രാഹുലിനുണ്ടായിരുന്നു. പിന്നീട് അവർക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി കാണും, അല്ലെങ്കിൽ ഇഷ്യൂ ഉണ്ടായി കാണും. അതിനുശേഷം ദേ ഫെൽ ഔട്ട് ഓഫ് ലവ്, അല്ലെങ്കിൽ അവരുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. യഥാർത്ഥത്തിൽ മുമ്പ് പറഞ്ഞിരുന്നതിൽ നിന്നും കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ രാഹുൽ നല്ലവനാണെന്നും അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ലൈംഗികതയ്ക്ക് വേണ്ടി പുറകെ പോയതല്ലെന്നും ഒരു കുഞ്ഞിനും കുട്ടിക്കും കുടുംബവും അടക്കം അവർ ഒരു ഭാവി പ്ലാൻ ചെയ്തിരുന്നു എന്നും തെളിയിക്കുന്ന രാഹുലിനെ കൂടുതൽ രാഹുലിന്റെ പുറത്തുള്ള കരികൾ ഇല്ലാതാകുന്ന ഒരു ഓഡിയോ ആണ് ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. ഇതിപ്പോ പറയുന്നത്, നേരത്തെ പറഞ്ഞത് ഗർഭം അലസിപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമം നടത്തി, പിന്നെ ഗർഭം ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തി എന്നൊക്കെയുള്ളതാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പൊ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാകാൻ നിർബന്ധിച്ചു. അതെ. മുമ്പ് പറഞ്ഞിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിച്ചു, ഇപ്പം പറയുന്നത് ഗർഭിണിയാകാൻ നിർബന്ധിച്ചു. ഇതൊക്കെ ഈ രാഷ്ട്രീയക്കാരെ, അവർക്ക് ഗർഭമോ സ്ത്രീയോ ഒന്നും ഒരു കാര്യവുമില്ല, അവർക്ക് രാഷ്ട്രീയ ലാഭം മാത്രമാണുള്ളത്. രാഹുലിന്റെ രാഷ്ട്രീയ എതിരാളികൾ രാഹുലിനെ കരിവാരത്തേക്കാൻ ചെയ്യുന്നതാണ്. പക്ഷേ രാഹുൽ എന്ന വ്യക്തിക്കും ആ പെൺകുട്ടിക്കുമുള്ള ഇഷ്ടവും അവരുടെ ഒരു കാലത്തുണ്ടായിരുന്ന നല്ല ബന്ധത്തിന്റെയും നന്മയും ഒരു പവിത്രതയുമാണ് സൂചിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരാണ് പെൺകുട്ടിയോട് സെക്സ് ചോദിക്കുമായിരിക്കും, ലൈംഗികത ചോദിക്കുമായിരിക്കും, നമുക്ക് കുഞ്ഞു വേണമെന്ന് പറയില്ലല്ലോ. അപ്പോ രാഹുലിന്റെ ഭാഗം കൂടുതൽ നന്മയുള്ളതാണ് എന്ന് തെളിയിക്കുന്ന ചൂഷണാത്മകരമായ ലൈംഗികത അഥവാ എക്സ്പ്ലോയിറ്റേറ്റീവ് സെക്സ് ആയിരുന്നില്ല, ഒരു കുടുംബമായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നീട് ദൗർഭാഗ്യവശാൽ എന്താ പറയുക, അവർക്ക് പിരിയേണ്ടി വന്നു, അല്ലെങ്കിൽ അവർ രണ്ടു വഴിക്ക് പോയി എന്നുള്ളതാണ് അതിന്റെ കാര്യം. അപ്പോൾ രാഹുലിനെ കൂടുതൽ രാഹുലിന്റെ സൗണ്ട് ആണെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നു, രാഹുലിന്റെ ശബ്ദമാണെങ്കിൽ രാഹുലിന്റെ ഭാഗത്താണ് കൂടുതൽ ശരിയെന്ന് തെളിയിക്കുന്ന ഒരു ഓഡിയോ ആണ്.
ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ തിരിച്ചും മറിച്ചും ഒരേ കാര്യം തന്നെ പറയുന്നുണ്ട്. അന്വേഷണം മുന്നോട്ട് പോട്ടെ, ഓഡിയോ എന്റേതാണോ എന്ന് മാധ്യമങ്ങൾ അന്വേഷിച്ചിട്ടില്ല, അന്വേഷണം കൃത്യമായി നടക്കട്ടെ, ഞാൻ കേസ് കൊടുക്കണ്ട എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഓഡിയോ സന്ദേശം നിഷേധിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് രാഹുലിന്റെ ശബ്ദമാണോ അല്ലയോ, അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ശാസ്ത്രീയമായിട്ടൊക്കെ തെളിയിക്കേണ്ട കാര്യമാണ്. പക്ഷേ കേട്ടിട്ട് അതുപോലെ ഇരിക്കും, എനിക്കറിയില്ല. അത് ശാസ്ത്രീയമായി തെളിയിക്കേണ്ട കാര്യമാണ്, രാഹുലാണ് പറയേണ്ടത്. പക്ഷേ അതിലെ കോണ്ടന്റ് ശരിയാണെങ്കിൽ രാഹുലും ആ കുട്ടിയുമായിട്ട് നല്ല ബന്ധമായിരുന്നു എന്നും, ഒരു പ്രണയമോ ഇഷ്ടമോ സ്നേഹമോ ഒരു ഫാമിലി തുടങ്ങാനുള്ള ഇഷ്ടമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ്. നമ്മൾ മുമ്പ് വിചാരിച്ചിരുന്നത് എന്താ, ഈ ഏതെങ്കിലും രീതിയിൽ പീഡനാത്മകരമായി MLA എന്ന സ്ഥാനം ദുരുപയോഗം ചെയ്ത് രാഹുലിന്റെ സ്റ്റാർ പദവി ദുരുപയോഗം ചെയ്ത് രാഹുൽ ഏതെങ്കിലും പെൺകുട്ടിയോ മോശകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേറ്റീവ് സെക്സിന് വേണ്ടി യൂസ് ചെയ്തു എന്നല്ലേ? അങ്ങനെ അല്ലെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ? ഒരു കുഞ്ഞ് വേണോന്ന് രാഹുൽ അങ്ങനെ ഏതെങ്കിലും വഴി പോകുന്ന ഒരാളോട് പറയൂ? രാഹുലിന്റെയും ആ കുട്ടിയുടെയും ബന്ധത്തിന്റെ നല്ല നേച്ചറാണ് ഇതിൽ വെളിവാകുന്നതെന്ന് നമ്മൾ മറക്കരുത്. ഒരു കാര്യം ചോദിക്കട്ടെ രാഹുൽ ഈശ്വർ, ഈ അടുത്ത കാലത്ത് ഒരു മാധ്യമ പ്രവർത്തക ഞാൻ ഇരയെ കണ്ടു, ഞാൻ ഇരയുമായി സംസാരിച്ചു, ഞാൻ ഇരയുടെ മാനസിക വേദനയോടൊപ്പം നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ട്, പിന്നീട് അവർ പലരോടും ഇങ്ങനെ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടം വഴി നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്നൊക്കെ അവർ മാത്രമല്ല പല മാധ്യമങ്ങളും ചോദിച്ചതായി ഈ അടുത്ത കാലത്ത് ഒരു ജനപ്രതിനിധി ഒരു പറയുകയുണ്ടായി. അപ്പൊ ഇങ്ങനെ പല സ്ത്രീ മാധ്യമ പ്രവർത്തകരും ചോദിച്ചുകൊണ്ട് നടക്കുക, നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, ബന്ധമുണ്ടെങ്കിൽ ധൈര്യമായി പറയൂ, ഞങ്ങളത് മറ്റാരോടും പറയില്ല, മാധ്യമങ്ങളിലൂടെ കേരളത്തെ എത്തിക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭവും ഇപ്പൊ നമ്മളും ബൈറ്റെടുക്കുന്നു ഒക്കെ ശരിയാണ്, പക്ഷെ എങ്കിലും ഇതിലും വലിയ കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. എന്നാലും ചോദിക്കുകയാണ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം ഇത്ര വലിയ വിഷയമാണോ? അല്ല, രാഷ്ട്രീയക്കാർ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്റ്റാർ ആണ്. ഞാൻ പലപ്പോഴും പറയാനുള്ള പോലെ രാഹുൽ മാങ്കൂട്ടത്തിലും ശ്രീ ഷാഫിയും മുഖ്യമന്ത്രി മെറ്റീരിയൽസ് ആണ്. അപ്പൊ അതുകൊണ്ട് എതിരാളികൾ ആക്രമിക്കുന്ന സ്വാഭാവികമാണ്. പക്ഷെ എതിരാളികൾ ഓർക്കേണ്ടതേ, അപ്പുറത്തൊരു സ്ത്രീയുടെ പെൺകുട്ടിയുടെ ജീവിതത്തിലെ വിഷമവും വേദനയും ഒക്കെ കൂടി അവർ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുകയാണ്. ആ പെൺകുട്ടിക്ക് ഇത് കേട്ട് വിഷമം ഉണ്ടാകാതിരിക്കട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിലെ നിങ്ങൾ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ ആ പെൺകുട്ടിയെയും കൂടെ ട്രോമയിലൂടെയാണ് കടത്തിക്കൊണ്ടു പോകുന്നത്. രാഹുലും ആ പെൺകുട്ടിയും തമ്മിൽ നല്ല ബന്ധമായിരുന്നു, പിന്നീട് വേർപിരിയേണ്ടി വന്നു, ദൗർഭാഗ്യകരം. ആ പെൺകുട്ടിയോടൊപ്പം തന്നെയാണ്, ടോട്ടലി എംപത്തൈസ് വിത്ത് ആ പെൺകുട്ടിയാണ്. എന്നാൽ അതോടൊപ്പം ഇതിനെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നവർ ഇനിയെങ്കിലും ഈ പരിപാടി നിർത്തണം. ഈ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്ന ഈ വിഷയത്തെ രാഹുൽ ഈശ്വർ എന്ന വ്യക്തി നിരന്തരം രാഹുൽ മാങ്കൂട്ടത്തെ ഇതൊരു വെറും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് അല്ലേ? എത്രയോ കാലം മുമ്പ് നടന്ന സംഭവത്തിന്റെ ഓഡിയോ എടുത്ത് ഇപ്പോഴും കൊണ്ടുവരുന്നത് വെറും ഒരു ചീപ്പായ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് അല്ലേ? പക്ഷെ അതവർക്ക് ബാക്ക് ഫെയർ ചെയ്യും, അത് തിരിച്ചടിക്കും. ഇത് കേൾക്കുന്ന സാധാരണ ആണും പെണ്ണും നമുക്ക് എനിക്ക് 2 പിള്ളേരുള്ളതല്ലേ, എനിക്കും ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളതല്ലേ, നമുക്ക് മനസ്സിലാവില്ലേ ഒരാൾക്ക് ഒരു പെണ്ണിനോട് എന്ത് ആറ്റിറ്റ്യൂഡിലാണ് സംസാരിക്കുന്നതെന്ന്. അതുകൊണ്ട് ഇത് രാഹുലിനെ കൂടുതൽ പോസിറ്റീവായി വരും. രാഹുലിന്റെയും ആ പെൺകുട്ടിയുടെയും ബന്ധം നന്നായിരുന്നു എന്ന തിരിച്ചറിവിലേക്ക് വരും. രാഹുലിനെ ആക്രമിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടാണ്, അതിനിങ്ങനെ നികൃഷ്ടമായ ഗർഭത്തിന്റെ കഥ പറയുന്നത് വൃത്തികേടാണെന്ന് സാധാരണ ജനങ്ങൾ തിരിച്ചറിയും. ഓക്കെ, താങ്ക് യു രാഹുൽ ഈശ്വർ, താങ്ക് യു വെരി മച്ച്.